പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് എൻ്റെ പ്രിയമുള്ളവർക്ക് വന്ദനം പറയാൻ കർത്താവ് ഒരുക്കിയ അനുഗ്രഹിക്കപ്പെട്ട സമയത്തെ ഓർത്ത് കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. പ്രിയരെ, നാം എല്ലാവരും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആഗ്രഹിക്കുന്ന വലിയൊരു സംഭവമാണ് സ്വസ്ഥത എന്ന് പറയുന്നത്. ചിലർ പറഞ്ഞു കേട്ടിട്ടില്ലേ, എനിക്ക് സ്വസ്ഥതയില്ല, എനിക്ക് ആ വീട്ടിലൊരു സ്വസ്ഥതയുമില്ല, എനിക്ക് ആ നാട്ടിലൊരു സ്വസ്ഥതയുമില്ല. ഈ സ്വസ്ഥത എന്നൊരു വിഷയം ജീവിതത്തിലെ ഭയങ്കര ഗൗരവമുള്ളൊരു കാര്യമാണ്. സ്വസ്ഥത അനുഭവിക്കുക. ചിലർ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ചിലർ പറയുന്ന വേടുകളാണ്, ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ, പുറത്തു പോയാൽ ഭയങ്കര സ്വസ്ഥതയും സമാധാനവുമാണ്. എന്നാൽ തിരിച്ച് ആ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ ഭയങ്കര സ്വസ്ഥതക്കേടാണ്. അങ്ങനെ വേദനയോടെ ഭാരത്തോടിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടോ? ദൈവത്തിൻ്റെ വചനം നിങ്ങളെ നോക്കി ഒരാശ്വാസത്തിൻ്റെ ദൂത് പറയാനുണ്ട്. യോശുവയുടെ പുസ്തകം 21-ാം അധ്യായം 44-ാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെ ഒക്കെയും ചുറ്റും അവർക്ക് സ്വസ്ഥത നൽകി, ശത്രുക്കളിൽ ഒരുത്തനും അവരുടെ മുമ്പിൽ നിന്നിട്ടില്ല. യഹോവ സകല ശത്രുക്കളെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഇതൊരാശ്വാസത്തിൻ്റെ തോതാണ് പ്രിയമുള്ളവരെ. കർത്താവ് നമ്മുടെ ജീവിതത്തിനകത്ത്, കുടുംബത്തിനകത്ത്, വ്യക്തിപരമായ ലൈഫിനകത്ത് കർത്താവ് പകരാൻ ആഗ്രഹിക്കുന്നൊരു വിഷയമാണ്. വ്യക്തമായ നിയോഗത്തോടും കാഴ്ചപ്പാടോടും ഞാൻ എൻ്റെ പ്രിയമുള്ളവരോട് കൈമാറാൻ ആഗ്രഹിക്കുന്നു. നാം ഏതു വിഷയത്തിലാണ് അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? പലവിധമായ വിഷയങ്ങളിൽ അസ്വസ്ഥപ്പെടുന്നവരായിരിക്കാം. വിവിധമായ വിഷയങ്ങളാണ്. ഓരോ വ്യക്തികൾക്കും ഓരോ വിഷയത്തിലാണ് അസ്വസ്ഥതകൾ. ചിലർ രാത്രികളിൽ ഉറങ്ങാൻ കഴിയാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ആലോചിച്ച് വേദനപ്പെട്ടിരിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. എന്ത് ചെയ്യും ആ വിഷയത്തിൽ? എന്താണ് ആ വിഷയത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുക? വരും വളരെ നിസ്സഹായകതയോടെയാണല്ലോ ഞാൻ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് താങ്കളെ നോക്കി പറയുന്നു, ഒരു വലിയ സ്വസ്ഥത തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. യോശുവയുടെ പുസ്തകം ഉടനീളം പഠിക്കുമ്പോൾ നമുക്കറിയാം, അനേക യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. യോശുവയുടെ കാലഘട്ടം പഠിക്കുമ്പോൾ നമുക്കറിയാം, അടിമത്തത്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുന്ന കാലഘട്ടം മുതൽ വളരെയധികം യുദ്ധങ്ങളിലൂടെയും വളരെയധികം കഷ്ടതകളിലൂടെയും കടന്നു വന്ന ജനം അവരോട് ദൈവം കൊടുത്ത പ്രോമിസ്, അവരോട് ദൈവം കൊടുത്ത വാഗ്ദത്തം നിറവേറ്റുകയാണ് നമ്മൾ ഈ വചനഭാഗം വായിക്കുന്നത്, കാണുന്നത്. ഇങ്ങനെയാണ് വായിച്ചത്: യഹോവ അവരുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തതുപോലെ തന്നെ അവർക്ക് ചുറ്റും സ്വസ്ഥത നൽകി. അതേ പ്രിയമുള്ളവരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന താങ്കളെ നോക്കി ഞാൻ ആത്മാവിലൊരു പ്രവചന ശബ്ദമായി കൈമാറുന്നു. താങ്കളെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വിഷയമില്ലേ? ഒട്ടും സ്വസ്ഥത തരാതെ, സ്വസ്ഥത നൽകി തരത്തില്ലെന്ന് വെല്ലുവിളിച്ച് അസ്വസ്ഥപ്പെടുത്തി മിനിറ്റുകൾ അസ്വസ്ഥത കൊണ്ടിട്ട് മനസ്സ് മുരടിപ്പിച്ച് ഹൃദയം തളർത്തിക്കളഞ്ഞ് തല താഴ്ത്തിക്കളയാനായ അസ്വസ്ഥതകൾ കൊണ്ടിടുന്ന ചില വിഷയത്തെ നോക്കി ദൈവത്തിൻ്റെ ആത്മാവ് കൈമാറുന്നു. നിങ്ങളുടെ ചുറ്റും ദൈവം സ്വസ്ഥത നൽകാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർ എന്നോട് ചേർന്ന് കർത്താവിന് മഹത്വം കൊടുക്കും? ചുറ്റും സ്വസ്ഥത തരുന്നൊരു ദൈവം. നമ്മുടെ ചുറ്റും അസ്വസ്ഥതയല്ലേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ആ വീടിനകത്ത് എനിക്ക് ജീവിക്കാൻ വയ്യ, ആ വീടിനകത്ത് ചിലർ പറഞ്ഞിട്ടുണ്ട് നരകം പോലാണ് ആ വീടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രിയമുള്ളവരോട് ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറുന്ന ഒരു വലിയ സ്വസ്ഥത നിങ്ങളുടെ വീടിനകത്ത് വെളിപ്പെടാൻ പോകുന്നു. നിങ്ങളുടെ തലമുറകളുടെ വിഷയത്തിനകത്ത് അസ്വസ്ഥതകൾ കൊണ്ടിട്ട് ആ വിഷയത്തിനകത്ത് ദൈവം വലിയൊരു സ്വസ്ഥത നൽകാൻ പോകുന്നു. വലിയ സ്വസ്ഥതയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് ആവേശത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ചുറ്റും ശത്രുക്കളെ കീഴടക്കി പിശാചൊരുക്കി കൊണ്ടുവന്ന സകല അജണ്ടകളെയും പിശാചൊരുക്കിയ സകല പദ്ധതികളെയും എടുത്തു മാറ്റി
നിങ്ങളെ അസ്വസ്ഥപ്പെടുത്താൻ നിങ്ങളുടെ തലമുറയെ കയ്യിലെടുത്തില്ലേ? നിങ്ങളെ അസ്വസ്ഥപ്പെടുത്താൻ നിങ്ങളുടെ കുടുംബത്തെ ഭിന്നത കൊണ്ടിട്ട് കുടുംബത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കിയില്ലേ? ആ വിഷയങ്ങളെയൊക്കെ ഇന്ന് കർത്താവിൻ്റെ കരത്തിലേക്ക് കൊടുത്തേ. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ചുറ്റുമുള്ള സകല ശത്രുക്കളെയും കീഴടക്കി ദൈവം നിങ്ങൾക്ക് സ്വസ്ഥത തരാൻ പോകുന്നു. എത്ര പേര് എന്നോട് ചേർന്ന് വിശ്വാസത്തോടെ ആമേൻ പറയും? അതെ, എൻ്റെ കുടുംബത്തിൽ അസ്വസ്ഥത വെളിപ്പെടും, എൻ്റെ തലമുറയുടെ മേൽ അസ്വസ്ഥത വെളിപ്പെടും, എൻ്റെ ജോലിയുടെ മേഖലകളിൽ അസ്വസ്ഥത വെളിപ്പെടും. ദൈവിക സ്വസ്ഥത ഇന്ന് പകൽ ഈ സമയത്ത്, ഈ പ്രസംഗിക്കുന്ന ഈ സമയത്ത് തന്നെ നിങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തിക്ക് വേണ്ടി ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ, ഒരു വലിയ സ്വസ്ഥത വെളിപ്പെടാൻ വളരെ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.